ഇനി നമുക്കൊരു മുട്ട റോസ്റ്റ് തയ്യാറാക്കാം. ഇവിടെ പാൻ വെച്ചിട്ടുണ്ട്. പാൻ ചൂടായിട്ടുണ്ട്. ഇനി നമുക്ക് അതിലേക്ക് എണ്ണ ഒഴിച്ചു കൊടുക്കാം. എണ്ണ ചൂടായിട്ടുണ്ട്. ഇനി അതിലേക്ക് നമുക്ക് ഒരു 4 ഏലയ്ക്ക, 4 ഗ്രാമ്പു, 1 ടേബിൾ സ്പൂൺ പെരിഞ്ജീരകം ഇത്രയും കൂടെ നമുക്ക് ഇട്ട് കൊടുക്കാം. നമുക്കിനി അതിലേക്ക് അരിഞ്ഞു വെച്ചിരിക്കുന്ന സവാള ഇട്ട് കൊടുക്കാം. നമുക്ക് നല്ലപോലെ ഒന്ന് വഴറ്റി കൊടുക്കാം. നമ്മുടെ ഉള്ളി നല്ലപോലെ വഴണ്ടിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിലേക്ക് ഇഞ്ചിയും വെളുത്തുള്ളി പേസ്റ്റ് ഇട്ട് കൊടുക്കാം. നമുക്ക് അതിന്റെ കൂടെ തന്നെ ഒരു 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുക്കാം. 1 സ്പൂൺ കാശ്മീരി മുളക് പൊടി ഇട്ട് കൊടുക്കാം. 1/2 സ്പൂൺ ഗരം മസാല ഇട്ട് കൊടുക്കാം. നമ്മളിവിടെ എരിവിന് വേണ്ടി യൂസ് ചെയ്യുന്നത് കുരുമുളക് പൊടിയാണ്. അത് നമുക്ക് 2 സ്പൂൺ ഇട്ട് കൊടുക്കാം. നല്ലപോലെ ഒന്ന് വഴറ്റിയെടുക്കാം. ഇഞ്ചിയും വെളുത്തുള്ളിയും എല്ലാം നല്ലപോലെ വഴണ്ട് വന്നിട്ടുണ്ട്. പൊടികളുടെ പച്ചമണവും മാറിയിട്ടുണ്ട്. നമുക്ക് ഇനി ഇതിലേക്ക് അരിഞ്ഞു വെച്ചിരിക്കുന്ന തക്കാളി ഇട്ട് കൊടുക്കാം. 2 മീഡിയം സൈസ് തക്കാളിയാണ് ഞാൻ എടുത്തിരിക്കുന്നത്. അത് നമുക്ക് ഇട്ട് കൊടുക്കാം. നമുക്ക് നല്ലപോലെ ഒന്ന് വഴറ്റാം. നമ്മുടെ തക്കാളി ഇവിടെ നല്ലപോലെ വഴണ്ട് വന്നിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിലേക്ക് കുറച്ച് വെള്ളം ഒന്ന് ഒഴിച്ചു കൊടുക്കാം. നമുക്ക് നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്യാം. ഒരു 4 പച്ചമുളക് നടുവേ കീറിയിട്ടുണ്ട്. അത് നമുക്ക് ഇട്ട് കൊടുക്കാം. അതിന്റെ കൂടെ തന്നെ കറിവേപ്പിലയും കൂടി ഇട്ട് കൊടുക്കാം. ഇതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പും ഇട്ട് കൊടുക്കാം. ഇനി ഇത് നല്ലപോലെ ഒന്ന് തിളക്കട്ടെ. നമുക്ക് അതിന് ശേഷം ഇതിലേക്ക് പുഴുങ്ങി വെച്ചിരിക്കുന്ന മുട്ട ഇട്ട് കൊടുക്കാം. നമ്മുടെ ഗ്രേവി ഇവിടെ നല്ലപോലെ തിളച്ചിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിലേക്ക് പുഴുങ്ങി വെച്ചിരിക്കുന്ന മുട്ട ഇട്ട് കൊടുക്കാം. ഞാൻ ഇതുപോലെ ഒന്ന് വരഞ്ഞെടുത്തിട്ടുണ്ട്. ഇതാകുമ്പോൾ മസാലകളെല്ലാം ഉള്ളിൽ നല്ലപോലെ പിടിക്കും. നമുക്ക് ഇനി ഇട്ട് കൊടുക്കാം. ഈ ഗ്രേവി ഒന്ന് മുട്ടയുടെ മുകളിലേക്ക് ഒന്ന് ഇട്ട് കൊടുക്കാം. ഇനി മുട്ടയിലൊക്കെ നല്ലപോലെ ഒന്ന് മസാല പിടിക്കട്ടെ. അതുപോലെ തന്നെ നമ്മുടെ ഈ ഗ്രേവി ഒന്ന് കുറുകിയും വരട്ടെ. നമുക്ക് അതുവരെ ഒന്ന് ഇളക്കി കൊടുക്കാം. നമ്മുടെ മുട്ട റോസ്റ്റ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്ത് ഒരു സർവിംഗ് പ്ലേറ്റിലോട്ട് മാറ്റാം.